മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കേരളയാത്ര. ജില്ലാ വിഭജനം റവന്യൂ സൗകര്യത്തിനാണെന്നും മതപരമായ കണ്ണിലൂടെ കാണരുതെന്നും നേതാക്കൾ. മലപ്പുറത്തെ ജനസംഖ്യ 47 ലക്ഷമായെന്നും ജില്ലാ വിഭജനം അനിവാര്യമാണെന്നും കേരള മുസ്ലിം ജമാഅത്ത് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് കേരളയാത്രയുടെ അജണ്ടയായി മലപ്പുറം ജില്ലാ വിഭജനം മാറുന്നത്. വിശദാംശങ്ങളുമായി രമ്യാദാസ് ചേരുകയാണ്. രമ്യ, മലപ്പുറം ജില്ലയെ വിഭജിക്കണം, അതിന് ന്യായീകരണമായി ജനസംഖ്യയുടെ കണക്കുകളാണ് പറയുന്നത്. പക്ഷേ മതം തന്നെയാണ് മുഖ്യ ഘടകം എന്ന രീതിയിൽ തന്നെയാണ് ഈ നേതൃത്വത്തിന്റെ വിശദീകരണം, അല്ലേ? തീർച്ചയായും KP, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ മലപ്പുറം ജില്ലാ വിഭജനം എന്ന ആവശ്യം വീണ്ടും സജീവ ചർച്ചയാകുന്നത്. ഈ മുസ്ലിം ലീഗിന് പിന്നാലെയാണ് കേരള മുസ്ലിം ജമാഅത്തും ഈ ആവശ്യവുമായി ഇപ്പോൾ നിലവിൽ രംഗത്തെത്തിയിട്ടുള്ളത്. ഈ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ, അതായത് AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കേരള യാത്ര കേരളത്തിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് 7ാം ദിവസമാണ്. മലപ്പുറം ജില്ലയിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത്. ഇതിനിടയിലാണ് മലപ്പുറത്ത് ഈ യാത്ര എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആവശ്യവുമായി നേതാക്കൾ രംഗത്തെത്തിയത്. ആദ്യഘട്ടത്തിൽ ഇവർ പറയുന്നത് ഈ മലപ്പുറം ജില്ല വിഭജിക്കണം, അത് മതത്തിന്റെ പേരിലല്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ആവശ്യത്തെ നമുക്ക് മതത്തിന്റെ പേരിലായി തന്നെ കാണേണ്ടി വരും. കാരണം പലതവണയായി പല മുസ്ലിം മത സംഘടനകൾ ഈ ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലീഗും അത്തരത്തിൽ STPI ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ഈ മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കാരണമായി ഇവർ പറയുന്നത് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ വളരെയധികമാണ്. അതായത് ഏകദേശം 47 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യ മലപ്പുറം ജില്ലയിലുണ്ട്. ഈ നിലവിലെ ഭരണ സൗകര്യങ്ങൾ പരിമിതമാണെന്നും ജില്ലയെ വിഭജിച്ചാൽ മാത്രമാണ് ഇത്തരത്തിൽ വികസനം സൗകര്യങ്ങളും എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയൂ എന്ന ആവശ്യമാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ AP കാന്തപുരം മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയിലെ നേതാക്കളും മലപ്പുറത്തെത്തിയപ്പോൾ ഈ ഒരു ആവശ്യം പറയുന്നത്. കാരണം ഈ ജില്ലാ വിഭജനം എന്ന ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുമ്പോഴും ഇതിനെ മതപരമായി കാണരുത്, ഇത് മതത്തിന്റെ പേരിലല്ല വിഭജനം ആവശ്യപ്പെടുന്നത്, ഈ വിഭവങ്ങൾ അർഹമായ രീതിയിൽ എല്ലാവർക്കും ലഭ്യമാകാൻ ഇത് ആവശ്യമാണ്, ഇത് മലപ്പുറം ജില്ലക്കാരുടെ ആവശ്യമായി തന്നെ കാണണം എന്നുള്ള കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിനെ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നത്. കാരണം വിദ്യാഭ്യാസം, ആരോഗ്യം മുതലായവ എല്ലാ കാര്യങ്ങളും എല്ലാവരിലേക്കും എത്തിക്കാൻ ഈ ജനസംഖ്യ വർദ്ധിച്ചതിനാൽ സാധിക്കുന്നില്ല. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു വിഭജനം ആവശ്യമാണ് എന്ന കാര്യമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്നുള്ള ആവശ്യം വീണ്ടും ഉയർത്തി കാന്തപുരത്തിന്റെ കേരള യാത്ര. രമ്യാദാസാണ് വിവരങ്ങൾ നൽകിയത്.